എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണോ കടന്നു പോകുന്നത്? അതാത് മതത്തിൻ്റെ ആചാരങ്ങളും ചടങ്ങുകളും വെച്ച് പള്ളികളെങ്കിൽ പള്ളികൾ, ക്ഷേത്രങ്ങളെങ്കിൽ ക്ഷേത്രങ്ങളിൽ വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ അവരുടേതായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടേതായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് വഴിപാടുകളും യാഗങ്ങളും തീർത്ഥാടനങ്ങളും പദയാത്രകളും ഒക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ ഒന്നും ഇതേവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതാ യേശുക്രിസ്തുവിൻ്റെ വചനം അല്പനേരം ഒന്ന് കേട്ടുകൊള്ളുവിന്. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായിട്ടുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിന്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിന്. കർത്താവിനെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കുവിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു.